തണുപ്പ് വരുമ്പോ ശരീരത്തിന് ചൂട് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നാണല്ലോ സ്പർശസുഖത്തിന്റെ തുടക്കം. സ്പർശിക്കുമ്പോ എന്തോ ഒരു സുഖം കിട്ടുന്നു എന്നുള്ള പ്രകൃതി ധർമ്മമല്ലേ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. തണുപ്പത്ത് കുട്ടികൾ ഇങ്ങനെ ഉറക്കി, തീരെ ചെറിയ കുട്ടി, അമ്മമാരവരെ ചേർത്ത് പോണു. തണുപ്പ് വരുമ്പോ ആരെങ്കിലും ആലിംഗനം ചെയ്യാനോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് തോന്നും. ജീവിതത്തിന്റെ വളരെ വലിയൊരു തത്വം പറയാനുള്ള ഉദാഹരണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പറഞ്ഞു വരുമ്പോ ധന്യമേയത്തിന്റെ അവസാനം ഇതൊന്നും ആവില്ല, വേറെ കാര്യത്തിലേക്കാണ് വരുന്നത്. ആടുകൾ കൂട്ടമായിട്ട് മേയും. കൂട്ടമായിട്ട് മേയുമ്പോ അവർക്ക് ഒരു ചെറിയ ചൂട് കിട്ടും. മേനികൾ പരസ്പരം ഉരസുമ്പോ ചൂട് കിട്ടും. എല്ലാ ജീവികൾക്കും അങ്ങനെ കിട്ടും. കൂട്ടമായിട്ട് ഒരുമിച്ച് വരുമ്പോ ചൂട് കിട്ടും. കുറെ പേര് ഒരുമിച്ച് ഇരിക്കുന്ന സിനിമാ തിയേറ്ററിൽ ചൂട് കുറച്ച് കൂടും. കുറെ പേരിലാണ്. AC തിയേറ്ററിന്റെ കാര്യമല്ല പറയുന്നത്. AC ഉള്ള കാലത്ത്, ഇല്ലാത്ത കാലത്ത്, അന്ന് ഓലപ്പുര ടാക്കീസൊക്കെ ആയിരുന്നു. പൊതുവെ പുറത്ത് തണുപ്പാണെങ്കിൽ ശരി, തിയേറ്ററിനകത്ത് കയറിയ ചൂടാണ്. കാരണം എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്കിപ്പോ ചൂട് വേണം. ജീവിതത്തിലും ഈ ചൂട് വേണം. ഇത് ശരീരത്തിന്റെ സ്പർശ സുഖത്തിന്റെ കാര്യത്തിനാണ് തുടങ്ങിയത്. ജീവിതത്തിൽ നിന്നും വേണം. എല്ലാ ജീവികളും ഇങ്ങനെ സ്പർശസുഖം അനുഭവിക്കുമ്പോൾ മുള്ളം പന്നികൾക്ക് ഇത് നിവർത്തിയില്ല. കാരണം മേല് മുഴുവനും മുള്ള. ഒരു മുള്ളംപന്നി വേറൊരു മുള്ളംപന്നിയുടെ അടുത്തേക്ക് വന്നാൽ ഇതിന്റെ മുള്ള് മുഴുവൻ അതിന്റെ മേല് തട്ടും. ആ മുള്ളംപന്നിയുടെ മുള്ള് മുഴുവൻ ഈ മുള്ളംപന്നിയുടെ മേലും തട്ടും. ഇവർക്ക് മാത്രം കൂട്ടുകൂടാൻ നിവർത്തിയില്ല. വലിയൊരു കാര്യം നിരീക്ഷകർ കണ്ടെത്തിയിരുന്നു. പന്നികളോ പശുക്കളോ പക്ഷികളോ ഒക്കെ അങ്ങനെ സ്പർശസുഖം അനുഭവിക്കാം. മുള്ളംപന്നി ഒഴിച്ചു. ഒടുവിൽ മുള്ളംപന്നികൾ യോഗം കൂടി ഒന്നേ നിവൃത്തിയുള്ളൂ, നമുക്ക് തണുപ്പ് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുള്ളു കൊണ്ട് മുറിഞ്ഞിരുന്നാലും വേണ്ടില്ല, നമ്മൾ ഇനി സ്പർശസുഖം അനുഭവിക്കുന്നു, തണുപ്പിന്ന് രക്ഷ നേടാം. അനന്തരഫലം എന്താ വെച്ചാൽ മുള്ളംപന്നികളെല്ലാം കൂടി ഒരുമിച്ച് കൂടി എല്ലാത്തിന്റെ മേലും മുള്ളു കയറി 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 വ്രണപ്പെട്ട് തുടങ്ങി. അവര് പറഞ്ഞു, വേണ്ട, നമുക്ക് മാറുക നല്ലത്, ഇനി ഒരുമിച്ച് വേണ്ട. എങ്ങനെ രണ്ട് മുള്ളംപന്നികൾ കൂട്ടുകൂടുക? ഈ കൂട്ടത്തിൽ ചിന്തകനായ ഒരു മുള്ളംപന്നി പറഞ്ഞൊരു പോയിന്റ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അതിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഉദാഹരണമൊക്കെ പറഞ്ഞത്. ആ മുള്ളംപന്നി പറഞ്ഞു, അകലണ്ട, ഒരു കാര്യം ചെയ്യാം, പരസ്പരം അടുക്കുക. ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് മുള്ളു വേറെ ആളുടെ ശരീരത്തിൽ കയറുന്നത്, അവിടെ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ.
രണ്ട് മുള്ളംപന്നി കൂടി മുള്ളുകൾ പരസ്പരം രണ്ടാളുടെ മെയിനിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വെച്ച് നിർത്തിയാ പോരെ. എന്താ പ്രശ്നം? അകലെ മുള്ളംപന്നി നിൽക്കൊന്നും വേണ്ട, അടുക്കാലോ. ഒരാളുടെ മുള്ള് വേറൊരു മുള്ളംപന്നിയുടെ മേല് കുത്തരുത്. ആ മുള്ളംപന്നിയുടെ മേല് കുത്താത്ത ഒരു അകലം ഉണ്ടല്ലോ, അവിടെ നിർത്താമല്ലോ. മുള്ളംപന്നികൾ അത് കേട്ടിട്ടുണ്ടാവാം. മുള്ളംപന്നികളുടെ കൂട്ടത്തിലുള്ള ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ മുള്ളംപന്നികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവര് നമ്മുടെ ബന്ധുക്കളായിരിക്കും, വളരെ വേണ്ടപ്പെട്ട ബന്ധുവായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ഞാനൊരു മുള്ളംപന്നിയാന്ന് എന്റെ ബന്ധുക്കൾ പറയണ്ടാവും, ഉണ്ടാവില്ല. മുള്ളംപന്നിച്ച വായനാക്ക് മോശമാണല്ലോ ഇപ്പോഴത്തെ കാര്യമായിട്ട് പറയാ. ചെറുപ്പക്കാര് മുതിർന്നവരുടെ അടുത്തേക്ക് വരികയില്ല. കണ്ടാ തുടങ്ങും ഉപദേശം എന്നും പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടും. അപ്പൊ നമ്മളും മുള്ളംപന്നിയാണ്. കല്യാണത്തിന് ചെല്ലുമ്പോ ഒരു വിധക്കാരൻ രക്ഷപ്പെടും. കാരണം എന്താ? മുള്ളു കുത്തും. നാം മുള്ളംപന്നിയായ നമ്മളറിയാതെ ബാക്കി പലവരും നമ്മൾ മുള്ളംപന്നിയായിട്ട് കാണും. വായിൽ നാക്ക് വളരെ മോശമായിട്ടുള്ള അയൽവാസികൾ ഉണ്ടാകും. അയൽവാസി ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അയൽവാസിയെ കൂടെ താമസിപ്പിക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷ നടത്തി തെരഞ്ഞെടുത്തിട്ട് അടുത്ത വീട്ടിലൊക്കെ താമസിക്കുക, അയൽവാസികളാവാൻ നടക്കില്ല. ഇപ്പോഴുള്ള അയൽവാസികൾ തന്നെ പറ്റുള്ളൂ. ആ അയൽവാസികളായിട്ട് എന്തു വേണം? വല്ലാതെ അടുക്കരുത്, വല്ലാതെ അകലും ചെയ്യും. മുള്ളംപന്നിയുടെ കൂടുതലുള്ള ഫിലോസഫർ മുള്ളംപന്നി പറഞ്ഞ പോലെ അടുക്കാതിരിക്കണ്ട. ചിലവരുടെ വായിൽ നാക്ക് മോശമാണ്. എന്റെ ഒരു അയൽവാസിയുടെ കാര്യമാണ് പറഞ്ഞത്. വായിൽ നാക്ക് മഹാമോശം. എന്ത് പറഞ്ഞാലും അതിൽ ദുരർത്ഥമേ കാണുള്ളൂ. നമ്മൾ വിചാരിക്കാത്ത അർത്ഥമാണ് കണ്ടെത്തുക. അയൽവാസിയോട് വീട് മാറി പോകാൻ പറയാൻ പറ്റുമോ? ആ അയൽവാസി എന്താ പറയാ? ഇയാളാണ് വർത്താനം പറയാൻ കൊള്ളില്ല കേട്ടോ, വർത്താനം പറയാൻ കൊള്ളില്ല. അയാള് ഇന്ന നെഗറ്റീവ് പറഞ്ഞു, വേദനയായി. ഒഴിവാക്കാൻ പറ്റില്ല. രണ്ടു പേർക്കും ഉപദ്രവമില്ലാത്ത ഒരു പോയിന്റ് ഉണ്ട്. മിക്കവാറും ആളുകൾ എങ്ങനെയാ റിയാക്ട് ചെയ്യാൻ നമ്മൾ വർത്തമാന മധ്യേ സംസാരിച്ചപ്പോ ഇതുവരെയുള്ള അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയുമല്ലോ. ഇന്നൊരു വരി പറഞ്ഞാൽ അദ്ദേഹം എന്താണ് പറയുക എന്ന് പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. മനസ്സിലാകുമല്ലോ. അത് പറയാതിരിക്കാലോ, ആ വരി പറയാതിരിക്കാലോ. അയൽവാസി ഒഴിവാക്കണ്ട. അയൽവാസിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ എന്താ ഗോപാലനാരെ രാവിലെ എണീറ്റപ്പോൾ നടുവേദന, അങ്ങനെ നടുവേദന എന്ന് പണ്ട് പറഞ്ഞപ്പോ ഗോപാലനാര് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചാവേണ്ട സമയം കഴിഞ്ഞില്ലേ, അത് വല്ല ക്യാൻസറും ആവും എന്ന് അയാൾ പറഞ്ഞതാണ് പണ്ട്. അത് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി പലരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഇനി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? അങ്ങനെ വരുമ്പോ ആരുമായിട്ട് വല്ലാതെ അടുക്കരുത്. ഈ മുള്ളംപന്നി തത്വചിന്ത വല്ലാതെ അടുത്ത് വല്ലാതെ അങ്ങോട്ട് കലരുത്. അയാളുടെ മുഖത്തൊക്കെ നോക്കില്ല, അങ്ങോട്ട് നോക്കില്ല. അവിടെ നമുക്ക് അയാളെ ആവശ്യം വരും. നമുക്ക് അയാളെ ആവശ്യം വരും. ആ കാരണം കൊണ്ട് എന്തു വേണം? അയൽവാസിയല്ലേ, തെറ്റൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്യാം. ഇന്ന വരി പറഞ്ഞാലാണല്ലോ അയാൾ തിരിച്ചിങ്ങനെ പറയുക. മുള്ളൻ
പന്നികളുടെ കൂട്ടത്തിലെ തത്വജ്ഞാനി പറഞ്ഞത് വളരെ കാര്യമാണ്. നമ്മൾ ആരായിട്ടും തെറ്റണ്ട, ഒരാളുടെ മുള്ളു വേറൊരാളുടെ മേല് കുത്തണ്ട. അടുക്കാവുന്ന ഒരു അകലത്തിൽ വരുമ്പോ ചൂട് കിട്ടും ചെയ്യും. ഈ തത്വജ്ഞാനി പറഞ്ഞു മുള്ളംപന്നികൾ ആലിംഗനം ചെയ്യൊന്നും വേണ്ട, അതൊരു പ്രത്യേക പോയിന്റിൽ ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഗുണം കിട്ടും. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ളവരുടെ സ്വഭാവമൊക്കെ നമുക്ക് ആദ്യം അറിയാലോ. ഒരു വാക്ക്, ഒരു പെരുമാറ്റം, ഒരു നോട്ടം. ഞാൻ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ആകുമ്പോഴേക്ക് ഇവരൊക്കെ സ്വഭാവം അറിയാം. ചിലവരുടെ വായനാക്ക് മഹാമോശമാണ്, ബിഹേവിയർ മോശമാണ്. സംഭവം മനസ്സിലായല്ലോ. ബിഹേവിയർ മോശമായാളുടെ അടുത്തേക്ക് സൂക്ഷിച്ച് പെരുമാറിയാൽ മതി, നമുക്കൊരു ഞെട്ടലും ഉണ്ടാക്കണ്ട. അവരുടെ വർത്തമാനം അങ്ങനെ ഒരു രീതിയാണ്. ഏത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയെ ഓർക്കുകയാണ് സഹപ്രവർത്തകന്. അങ്ങനെ ഇരിക്കെ വായ ഉറന്ന ആളുകൾ വിമർശിക്കും. ഒരു ദിവസം തിരുവനന്തപുരത്തെ ടൗൺ ഹാളിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ എന്തോ ഒരു വാർഷികത്തിന് മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തു. അപ്പൊ ഇയാൾ അവിടെ ഉണ്ട്. ഞാൻ കയറി വരുന്ന ഇയാൾ കണ്ടിട്ടില്ല. ഇയാള് ബാക്കിയുള്ളവരോട് പറയാണ്, നിങ്ങളൊക്കെ വിചാരിച്ച വലിയ വലിയ ആളുകളെ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ അങ്ങനത്തോരാ. നിങ്ങൾക്ക് വല്ല വിആർനാഥനെ അല്ലാതെ ആരെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ? ഇവരോട് ചോദിക്കുക. ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് വരുന്നത്. തിരിഞ്ഞു നോക്കി ഇതിന്റെ മുഖം കണ്ടു. മുഖം കണ്ടോടെ എനിക്കിഷ്ടായി അടുത്ത വരി. അല്ല വിയാറെ, നമ്മള് ഫ്രണ്ട്സാണ്. ഇവര് ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോ പറഞ്ഞു പോകണേ. പിആറിനോടുള്ള വിഷമല്ല, ഇവരുടെ ഓരോരോ ചെയ്തികൾ കാണുമ്പോ പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു, ഞാനും ചിരിച്ചു. തീർച്ചയായിട്ടും കൂടുതൽ അടുക്കണ്ട, അകലണ്ട, ആവശ്യത്തിന് ചൂട് കിട്ടും. ചിന്തയ്ക്ക് വിട്ട്. നമസ്കാരം.